إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം പാലിച്ചുകൊണ്ട് നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചും പാലിച്ചും ജീവിക്കുന്ന വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്പകാലമായി നമ്മുടെ നാടിനെ സംബന്ധിച്ച് പറഞ്ഞു വരുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മുന്നിലാണെങ്കിൽ പോലും നമ്മുടെ നാട് ലഹരിയിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഏറെ ഖേദകരമായ ഒരു കാര്യം, വിദ്യാസമ്പന്നരായ ആളുകൾ ഇത്തരം ലഹരിയുടെ മുൻനിരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ്. ആളുകൾക്ക് അവബോധം നൽകേണ്ട, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ പോലും, അത്തരം ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവർ പോലും ഇത്തരം ലഹരികൾക്ക് അടിമകളായിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭീതി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരു ഭയപ്പാടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു വിഷയത്തിൽ നമ്മുടെ നാട്ടിലുണ്ട്. ഏത് നിമിഷവും ലഹരി മാഫിയകളുടെ കയ്യിലെത്തപ്പെടാവുന്ന ഒരു കൗമാരം നമ്മുടെ നാട്ടിലുണ്ട്. അതിനനുകൂലമാകുന്ന ഒരു ക്യാമ്പസ് സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. മാത്രമല്ല, വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുന്ന യൂട്യൂബർമാർ, അവരെ വരെ റോൾ മോഡലാക്കുന്ന പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾ പോലും ഇതെല്ലാം കലാലയങ്ങളിലേക്ക് മക്കളെ പറഞ്ഞുവിടുമ്പോൾ ഒരു ഭീതിയുടെ ചിത്രമാണ് പൊതുവെ മാതാപിതാക്കളുടെ മനസ്സിൽ ഉണ്ടാവുന്നത്.
ഒരു നല്ല ഭാവി ഉദ്ദേശിച്ച് തനിക്ക് താങ്ങും തണലുമാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളർത്തുന്ന മക്കൾ തനിക്കെതിരായി തന്റെ കൊലയാളിയായി മാറുമോ എന്ന പേടി. ഇപ്പൊ നമുക്കറിയാം, ലഹരി സംഘങ്ങളെയും മയക്കുമരുന്ന് മാഫിയകളെയും ഒക്കെ, അതിൻ്റെ വിതരണക്കാരെയും അത് ഉപയോഗിക്കുന്നവരെയും ഒക്കെ പിടികൂടാൻ നടത്തുന്ന ഓപ്പറേഷനുകൾ ശ്രദ്ധയാകർഷിക്കുകയാണ്. സ്വാഗതാർഹമായ ഒരു നല്ല ഇടപെടൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് പൂർണ്ണതയിൽ അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക കൂടി ചെയ്യാം. ഇന്ന് ജൂൺ 26 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണമാണ് ഇന്ന്. 1989 മുതൽ ഈ ഒരു ലഹരി വിരുദ്ധ ദിനാചരണം നടന്നു വരുന്നുണ്ട്. ഈ മേഖലയിലുള്ള കള്ളക്കടത്തുകളും മരുന്ന് ലഹരി ഉപയോഗങ്ങളും വ്യാപകമായപ്പോൾ അതിനെതിരെയുള്ള ബോധവൽക്കരണം എന്ന നിലയ്ക്കാണ് ഈ ദിനം ഈ രൂപത്തിൽ ആചരിക്കപ്പെടുന്നത്. എന്നാൽ ഇത് പ്രധാനമായും ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾക്കെതിരെയുള്ള പ്രചാരണ ദിനമായി മാത്രമാണ് ആചരിക്കപ്പെടുന്നത്. മദ്യ ദുരന്തങ്ങളും മദ്യലഹരികളും ഒന്നും ഈ ദിവസങ്ങളിൽ കാര്യമായി ചർച്ച ചെയ്യപ്പെടാറില്ല. ഇതിന്റെ ആചരണം തുടങ്ങിയവർ പോലും അങ്ങനെ ഒരു ലക്ഷ്യവും വെച്ചിട്ടുമില്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1400 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് മദ്യത്തിലും ലഹരിയിലും സർവ ആഭാസങ്ങളിലും അധാർമികതകളിലും ആറാടി ജീവിച്ച ഒരു ജനതയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അവരിൽ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചു. മദ്യം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള ആയത്തുകൾ ഇറങ്ങുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്താൻ, തീർച്ചയായും മദ്യവും ലോട്ടറിയും നാട്ടക്കുറികളും പ്രശ്നം നോക്കുന്ന അമ്പുകോലുകളും റിജ്സും മിൻ അമലിശ് ശൈത്താൻ, പിശാചിന്റെ മ്ലേച്ഛ വൃത്തികളിൽ പെട്ടതാണ്. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, അതിനെയെല്ലാം പൂർണ്ണമായി നിങ്ങൾ വെടിയണം, നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി എണ്ണിയത് ഇന്നമൽ ഖംറു, മദ്യം എന്നാണ്. മദ്യം എന്നാണ്. ഓരോന്നും പറഞ്ഞ ശേഷം പറഞ്ഞു, ഇതെല്ലാം പിശാചിന്റെ ഇടപെടലുകളാണ്. ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് വിജയിക്കണമെങ്കിൽ, ഒരു സമൂഹത്തിന് വിജയം നേടണമെങ്കിൽ മദ്യം ഒഴിവാക്കുകയാണ് വഴി എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. നമുക്കറിയാം, മദ്യത്തിലൂടെ, ഇത്തരം ലഹരികളിലൂടെ ആനന്ദം കണ്ടെത്തുന്നവരുണ്ട്. ജീവിതത്തിലെ വിജയത്തിന് ഈ ആനന്ദം ഒരിക്കലും ഉപകാരപ്പെടുകയില്ല. മറിച്ച് മദ്യവും സമാനമായ ലഹരിയുണ്ടാക്കുന്ന ആസ്വാദനങ്ങളും ഒഴിവാക്കുക എന്നത് തന്നെയാണ് ഏറ്റവും നല്ല പരിഹാരം. നമുക്കറിയാം, ഈയിടെയായി നമ്മുടെ നാടിന്റെ തനത് മദ്യം പ്രോത്സാഹിപ്പിക്കപ്പെടണം, അതിനുവേണ്ടിയുള്ള പ്രചാരണം, അതിനുവേണ്ടിയുള്ള പരസ്യങ്ങൾ ഉത്തരവാദപ്പെട്ട ആളുകളുടെ വാക്കുകളിൽ നിന്ന്, നാവുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പുതിയ മദ്യം, നമ്മുടെ നാടിന്റെ ഒരു മദ്യം ഉണ്ടാക്കാൻ പോവാണ്. അതിന് പേര് നിർദ്ദേശിക്കാൻ പബ്ലിക്കിനോട്, പൊതുസമൂഹത്തോടാണ് പറയുന്നത്. മക്കളോടും ഉമ്മമാരോടും വാപ്പമാരോടും യുവാക്കളോടും പറയാണ്, അതിനൊരു പേര് നിങ്ങൾ ഇട്ടതാ, പേര് തരുന്നവർക്ക് സമ്മാനം തരാം.
അതേപോലെ ഒരു വശത്ത് ലഹരി വിരുദ്ധ വേട്ട നടക്കുമ്പോൾ പോലും വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകി മറുവശത്ത് ലഹരിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. വിശുദ്ധ ഖുർആൻ മദ്യത്തെയും പൈശാചികമായ ആഭാസങ്ങളെയും നിരോധിച്ചതിന് ശേഷം പറഞ്ഞ കാര്യം ഇതാണ്: ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ. ഈ ചൂതാട്ടത്തിലൂടെയും ലോട്ടറിയിലൂടെയും മദ്യത്തിലൂടെയും പിശാച് നിങ്ങളിൽ ഉദ്ദേശിക്കുന്നത് പരസ്പരം നിങ്ങളെ തമ്മിലടിപ്പിക്കാനാണ്, നിങ്ങളിൽ ശത്രുതയുണ്ടാക്കാനാണ്, കൊല്ലും കൊലയും നടത്താനാണ്, പരസ്പരം കോപവും വിദ്വേഷവും വാശിയും ഉണ്ടാക്കാനാണ്. വയസുദ്ദക്കും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് നിങ്ങളെ തടയാനാണ്. വഅനിസ്വലാ, നമസ്കാരത്തിൽ നിന്ന് നിങ്ങളെ തടയാനാണ്. ഫഹൽ അൻതും മുന്തഹൂൻ, നിങ്ങൾ വിരമിക്കാൻ തയ്യാറല്ലേ? നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാകാൻ തയ്യാറല്ലേ എന്ന ആയത്തിറങ്ങിയപ്പോ ഈ ആയത്തുകൾ തെരുവുകളിലൂടെ അന്നോതി ഇങ്ങനെ കേൾപ്പിക്കപ്പെടുമ്പോ, ആയത്തുകൾ സ്വഹാബികൾ ഓതിക്കൊടുക്കുമ്പോ അത് കേൾക്കുന്ന ആളുകൾ പറയുകയാണ്: ഇന്തഹൈനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളിതാ മദ്യത്തിൽ നിന്ന് പൂർണ്ണമായും വിരമിച്ചിരിക്കുന്നു. ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടപ്പോ മദ്യത്തിന്റെ ഷോപ്പുകൾ നടത്തിയിരുന്ന ആളുകൾ അത് അടയ്ക്കുകയാണ്. അതിന്റെ വിതരണക്കാർ അത് ഒഴിച്ചു കളയുകയാണ്. മദ്യം ചുണ്ടിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ആയത്ത് കേട്ട ആളുകൾ അത് ഒഴിച്ചു കളയുകയാണ്. അങ്ങനെ വലിയൊരു പരിവർത്തനം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. സഹോദരങ്ങളെ, മാറ്റമുണ്ടാവുകയാണ്. കുടുംബ ശൈഥില്യവും സാമൂഹികമായ അസമാധാനവുമാണ് മദ്യ ലഹരികളുടെ എല്ലാം ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത്. എത്രയോ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിൽ തകർന്നു പോയിരിക്കുന്നു. എത്രയെത്ര കുടുംബിനികളും കുരുന്നു മക്കളും ലഹരി തലക്ക് പിടിച്ചവരാൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. മനസ്സാക്ഷി പോലും മരവിച്ചു പോകുന്ന തരത്തിലുള്ള വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുമുണ്ട്. പല ആക്സിഡന്റുകളും നടക്കുമ്പോ, പല കൊലപാതകങ്ങളും നടക്കുമ്പോ ഒരു വാർത്ത കാണാം: പ്രതി മദ്യലഹരിയിലായിരുന്നു എന്ന്. മദ്യത്തിന്റെ വിപത്തുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ എത്രയോ ശ്രദ്ധേയമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്: അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്, ഈ ലോകത്ത് നടക്കുന്ന സർവ്വ വൃത്തികേടുകളുടെയും മ്ലേച്ഛതകളുടെയും മാതാവെന്ന് പറയുന്നത് മദ്യമാണ്. അതേപോലെ അക്ബറുൽ കബായിർ, വൻപാപങ്ങളിൽ പെട്ടതാണ് മദ്യപാനം. മൻ ശരിബഹാ വഖഅ അലാ ഉമ്മിഹി വഖാലതിഹി വഅമ്മതിഹി, മദ്യം കുടിച്ചിട്ട് തലക്ക് പിടിച്ചാൽ അവന് മനസ്സിലാവില്ല അവന്റെ ഉമ്മയാരെന്ന്, അവന്റെ അമ്മായിയാരെന്ന്, അവന്റെ സഹോദരിയാര് എന്ന്. അവരിൽ പോയി അവൻ വീഴും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാൻ: ഔസാനി ഖലീലി റസൂലുള്ളാഹ്, എന്റെ കൂട്ടുകാരനായ എന്റെ പ്രവാചകൻ എനിക്ക് വസിയ്യത്ത് നൽകി. ലാ തശ്റബിൽ ഖംറ, അല്ലയോ അബൂദർദാ, മദ്യം രുചിക്കരുത്, മദ്യം കുടിക്കരുത്. ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർ, എല്ലാ ഷർറുകളുടെയും എല്ലാ തിന്മകളുടെയും താക്കോൽ എന്ന് പറയുന്നത് മദ്യമാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെ ഉദ്ധരിച്ചെടുത്തപ്പോ ആ ജനത മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ തരത്തിലുള്ള വൻപാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും വിട്ടു നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും എല്ലാം പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന്
ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചകനാൽ പരിവർത്തനം സൃഷ്ടിക്കപ്പെട്ട ഒരു ജനത കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ആ നാടിന്റെ അഥവാ മക്കയുടെ അന്നത്തെ മുഖ്യ വരുമാനം മദ്യവും ലോട്ടറിയും ഒക്കെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗവുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യം, ജാഹിലിയത്തിൽ ഇരുണ്ട കാലം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടം നിലനിൽക്കുമ്പോൾ അവിടേക്ക് റബ്ബിന്റെ ദൂതനായി നിയോഗിക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിയോഗത്തെ പറ്റി ഖുർആൻ പറഞ്ഞെന്തെന്നറിയോ? വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. വ്യക്തമായ വഴികേടിൽ ജീവിച്ച ഒരു ജനതയിലേക്ക് റസൂലുള്ള വന്നുകൊണ്ട് ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുകയും ഖുർആനിലൂടെ ആ സമൂഹത്തെ സമുദ്ധരിക്കുകയും ചെയ്തപ്പോ ആ ജനത സംസ്കാര സമ്പന്നരായി മാറി. കൊല്ലും കൊലയുമായി നടന്നവർ മാപ്പ് നൽകുന്ന, സ്നേഹിക്കുന്ന ആളുകളായി മാറുകയാണ്. മദ്യലഹരിയെ മാന്യമായി കണ്ടവർ അതിനെ വലിച്ചെറിയുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. മാറ്റം എവിടെയും സാധ്യമാണെന്ന് ഈ ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, നല്ല മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ വിഷമദ്യമല്ലേ വ്യാപകമാവുക എന്ന്. മദ്യനിരോധനം പൂർണ്ണമായി ഏർപ്പെടുത്തിയാൽ ഒരുപാട് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുകയില്ലേ എന്ന്. ആളുകൾ കള്ളുകുടിക്കാതിരുന്നാൽ നമ്മുടെ നാടിന്റെ വരുമാനം കുറഞ്ഞു പോകില്ലേ എന്ന്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരാരോഗ്യകരമായ സമൂഹ സൃഷ്ടിയെ ലക്ഷ്യം വെക്കുമ്പോൾ അതിന് പ്രസക്തിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്ത് ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ എന്ത് വൃത്തികേടുകൾ ചെയ്യുന്നവരാണെങ്കിലും വ്യഭിചാരശാല നടത്തുന്നവനും ആ പണിയെടുക്കുന്നവനും അവരോട് ചോദിച്ചാൽ അവർക്ക് അവരുടേതായ ന്യായങ്ങൾ പറയാനുണ്ടാവും. കളവ് നടത്തുന്നവനും അവൻ്റെതായ ന്യായങ്ങൾ പറയാനുണ്ടാകും. മറിച്ച് ഒരു സാധനം ഒരു സമൂഹത്തിന് ദോഷമാണെങ്കിൽ, കുടുംബത്തെ തകർക്കുമെങ്കിൽ, സമൂഹത്തെ ഇല്ലാതാക്കുമെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനുള്ള ഇച്ഛാശക്തിയാണ് ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന്, ഒരു സമൂഹത്തിന്, ഒരു ഭരണകൂടത്തിന് ഒക്കെ ഉണ്ടാകേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ഗൗരവം അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കാൻ കൂടി നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി മുന്നറിയിപ്പ് നൽകിയ മദ്യം കുടിക്കുന്നവൻ, മദ്യം സപ്ലൈ ചെയ്യുന്നവൻ, മദ്യത്തിന്റെ ഷോപ്പ് നടത്താൻ വേണ്ടി ആ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുന്നവൻ, മദ്യം സപ്ലൈ ചെയ്യാൻ വേണ്ടി വാഹനം വിട്ടുകൊടുക്കുന്നവൻ, ഇങ്ങനെ 10 വിഭാഗങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ശാപം ഇവർക്കെല്ലാം ഉണ്ട് എന്നാണ്. അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യകരമായ ഒരു സമൂഹത്തെ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മദ്യത്തിന്റെ അതേപോലെ തന്നെ ലഹരി മരുന്നുകളുടെ എല്ലാം വിപത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കൗമാരത്തെ, നമ്മുടെ മക്കളെ എല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. വീഴ്ചകൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമുക്കിടയിൽ രോഗികളായി കഴിയുന്ന, ആശുപത്രിയിൽ കഴിയുന്ന, കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, ദുരിതമനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് അള്ളാഹു പൂർണ്ണമായ ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്ക് മുമ്പേ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി അള്ളാഹുവിലേക്ക് യാത്രയായ നമ്മുടെ പ്രിയപ്പെട്ടവർ, വിശ്വാസി സഹോദരങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. കുവൈറ്റിൽ നമ്മുടെ കൂടെ അല്പകാലം മുമ്പ് ഉണ്ടായിരുന്ന അബ്ദുറഹ്മാൻ എന്ന സഹോദരൻ, അതേപോലെ തിരുവനന്തപുരം ജില്ലയിലെ ദഅ്വാ പ്രവർത്തനങ്ങളിൽ സജീവമായൊരു സഹോദരൻ ഇന്ന് ആക്സിഡന്റായി മരണപ്പെട്ടിട്ടുണ്ട്. ആദ്യം പറഞ്ഞ സഹോദരൻ അല്പ അസുഖമായി കിടന്ന് അദ്ദേഹവും ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട വിവരം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ
പല ആളുകളും ദീനി പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി മടങ്ങിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കും അവർക്കും നാളെ സ്വർഗത്തിൽ ഒത്തുചേരാനുള്ള മഹാഭാഗ്യം റബ്ബ് സുബ്ഹാൻ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.